നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിണറായി വിജയൻ MLA സ്ഥാനമടക്കം രാജിവെക്കണം എന്ന തരത്തിലും ആവശ്യങ്ങൾ ഉയരുന്നു. പിണറായി വിജയൻ രാജിവെച്ച ശേഷം ആ സ്ഥാനം KK ശൈലജ ഏറ്റെടുക്കട്ടെ എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ആവശ്യങ്ങളാണ് ഉയരുന്നത്. പിണറായി വിജയനെ MLA സ്ഥാനം രാജിവെപ്പിച്ച് KK ശൈലജയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കണമെന്നുള്ള പ്രതിപക്ഷ ആവശ്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകർഷിക്കുന്നു. CPM തലയോല പറമ്പിലെ ഏരിയ കമ്മിറ്റിയിലടക്കം ഇപ്പോൾ പിണറായിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. P ജയരാജന് അനുകൂലമായി പാട്ട് വന്നപ്പോൾ എതിരായ നേതൃത്വം പിണറായി വിജയന് വേണ്ടി പാട്ടുണ്ടാക്കിയപ്പോൾ മൗനം പാലിച്ചതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിമർശനം. P ജയരാജനെ നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്നും അവർ ആവശ്യപ്പെടുന്നു. മന്ത്രിമാരായിരുന്ന VN വാസവൻ സാധാരണക്കാരിൽ നിന്ന് അകന്നെന്ന യോഗത്തിൽ കുറ്റപ്പെടുത്തി. മുതലാളിമാർ, സമുദായ നേതാക്കൾ തുടങ്ങിയവരുമായി മാത്രമാണ് ബന്ധം പുലർത്തിയിരുന്നതെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, PB അംഗം A വിജയരാഘവൻ തുടങ്ങിയവർക്ക് എതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യുവജനങ്ങൾക്കായി പാർട്ടി ഒന്നും ചെയ്യുന്നില്ല എന്നും പാർട്ടി ഈ നിലയിൽ മുന്നോട്ടു പോയാൽ സമരം ചെയ്യാനും പോലീസിന്റെ അടികൊള്ളാനും യുവജനങ്ങളെ കിട്ടില്ല എന്നുള്ള സൂചനയും പാർട്ടി കമ്മിറ്റികളിൽ ഉണ്ടാകുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിന്റെ സാന്നിധ്യത്തിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് സൂചന. എന്തായാലും വിമർശനം രൂക്ഷമായപ്പോൾ ഉദയഭാനു വിഷയത്തിൽ ഇടപെട്ടുവെങ്കിലും പറയാനുള്ളത് ഇനി പറയുമെന്നും സംസ്ഥാന കമ്മിറ്റി നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു രീതിയല്ല എന്നും തോൽവിയുടെ കാരണങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യണമെന്നുള്ള ഒരു വലിയ അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് കമ്മിറ്റിയിൽ ഉയർന്നിരിക്കുന്നത്. അതേസമയം പിണറായിയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഓരോ ദിവസവും ഓരോ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം തന്നെ KK രമ ഒരു വശത്തിരിക്കുന്നത് മറുവശത്ത് പിണറായി വിജയൻ ഇരിക്കുന്നതുമായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. ആ ചിത്രം പുറത്തു വന്നതോടുകൂടെ പിണറായിക്ക് പൊങ്കാല എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് അയാൾക്കെതിരെ ഉയർന്നിരിക്കുന്നത്. കാലത്തിന്റെ കാവ്യനീതി പിണറായിയെ കേരളത്തിലെ ചവറ്റുകുട്ടയിലേക്ക് ഇട്ടു എന്നും ഒരേകാധിപതിയുടെ പതനം നോക്കിക്കാണുന്ന രമചേച്ചി കാലം കാത്തുവെച്ച നീതിയാണ് ഇത് തുടങ്ങിയിട്ടുള്ള കമന്റുകളാണ് ഈ ഒരൊറ്റ പോസ്റ്റിന് കീഴിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും KK രമ ഈ ഒരു സമയത്ത് കത്തിക്കയറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KK രമയുടെ ഓരോ വാക്കും പിണറായിക്ക് നെഞ്ചത്ത് ഇട്ടുള്ള ചവിട്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. TPയുടെ മൃതദേഹത്തോട് പോലും ദയ കാണിക്കാത്ത ആളായ പിണറായിയുടെ പതനം കണ്ട് ആസ്വദിക്കുന്നു KK രമ. കുലംകുത്തി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച പിണറായിയെ ജനം തിരിച്ചറിഞ്ഞു എന്ന ശക്തമായ മറുപടിയിലൂടെയാണ് ഇപ്പോൾ KK രമ ഈ ഒരൊറ്റ ചിത്രത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടെ KK രമ നിയമസഭാ സ്പീക്കർ ആകണമെന്നുള്ള അഭിപ്രായങ്ങളടക്കം ചർച്ചകളടക്കം ഉയർന്നിരുന്നു. കണ്ണൂരിൽ അടിയേറ്റ് വീണ് പിണറായി വിജയൻ രമയ്ക്ക് മുന്നിൽ പതറുന്ന സമയം അത് നിയമസഭയിലും ആവർത്തിക്കപ്പെടണമെന്നുമാണ് അത്തരം അഭിപ്രായങ്ങളുടെ ജനങ്ങൾ എഴുതിവെക്കുന്നത്. MLA ആയി സഭയിൽ വന്ന രമയെ പോലും പേടിച്ച പിണറായിയെ ഓർമ്മയുണ്ടോ? അന്ന് നെഞ്ചിൽ TPയുടെ ബാഡ്ജ് കുത്തിവന്ന രമ പിണറായിയെ വിറപ്പിച്ചിരുന്നു. പിന്നെ തുടരെ പിണറായിക്ക് നേരെ രമയുടെ ഉഗ്ര ശബ്ദങ്ങളാണ് ഉയർന്നത്. ഇപ്പോൾ അധികാരം പോയി പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായിക്ക് KK രമയുടെ നിഴൽ കണ്ടാൽ പോലും പേടിയാകും. രമ സ്പീക്കറായാൽ ഭരണപക്ഷത്തിന് നേരെ വിരൽ ചൂണ്ടാൻ, ശബ്ദമുയർത്താൻ രമയുടെ അനുവാദം വേണ്ടിവരും. അങ്ങനെ ഒരു ഇരട്ടച്ചങ്കനെ ഫാൻസ് എങ്ങനെ കണ്ടു നിൽക്കും എന്നുള്ളതാണ് അറിയേണ്ടുന്നത്. സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും നിറയുന്നത് KK രമ സ്പീക്കർ ആകുമോ എന്നുള്ള ചോദ്യങ്ങളാണ്. കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളുടെ ആവശ്യം രമയെ സ്പീക്കർ ആക്കണം എന്നുള്ളതും അതങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ ആ വഴിക്ക് വരുമോ എന്ന് പോലും സംശയമാണ്. KK രമയെ നോക്കി സാർ എന്ന് സംസാരിക്കാൻ അനുവാദം തരണമെന്നൊക്കെ പറയേണ്ടി വരുന്ന പിണറായിയുടെ ഒരു അവസ്ഥ ആ നിമിഷം സഭയിൽ ഒന്നാകെ CPMന് തലകുനിച്ച് ഇരിക്കേണ്ടി വരുന്ന സാഹചര്യമായിരിക്കും. കപ്പിത്താന്റെ ഗാർവും അഹങ്കാരവും അവിടെ തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കപ്പിത്താൻ വെറും വിജയനാകും എന്നുള്ളതാണ്. KK രമ സ്പീക്കർ എന്ന സതീശൻ ഒരു തീരുമാനമെടുത്താൽ അതാകും പിണറായിക്ക് UDF കൊടുക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി. KK രമ അവരൊരു വല്ലാത്തൊരു സ്ത്രീയാണ്. കാരണം അവരുടെ ആ ഒരു തീരുമാനങ്ങൾ അത് പലപ്പോഴും ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്നതാണ്. സ്വന്തം ഭർത്താവിനെ പൂക്കുല പോലെ വെട്ടിച്ചിതറിച്ചിട്ട്
മുന്നിൽ കൊണ്ടുവന്നിട്ടപ്പോൾ വിങ്ങിപ്പൊട്ടിയ അവർ പിന്നീട് ആ കണ്ണ് തുടച്ച് ഈ ജനങ്ങളോട് പറയാനുള്ളത് നെഞ്ചുവിരിച്ചു പറഞ്ഞവരാണ്. VS എത്തുമ്പോൾ പൊട്ടിക്കരയുന്ന രമയെ കേരളം കണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് കണ്ടത് അവരുടെ ഉയർത്തെഴുന്നേൽപ്പ്. താലി അറുത്തവരോട് പകരം ചോദിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു പെണ്ണൊരുത്തി. പ്രിയപ്പെട്ടവനെ കൊലപ്പെടുത്തിയ പകയിൽ മധുരനഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ കഥ പോലെയായിരുന്നു രമയുടെ അവസ്ഥ. അവരെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതാകും കുറച്ചുകൂടെ നല്ലത്. അവരുടെ ഒരു പോരാട്ടം ചെറുതല്ല. ഒഞ്ചിയത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ കൂട്ടിച്ചേർത്ത് ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയിട്ടുള്ള RMP നടത്തിയ കുതിപ്പും അവിടെ CPMന്റെ കിതപ്പും നമ്മൾ കണ്ടതാണ്. പിന്നെ രമ നിയമസഭയിൽ വന്നൊരു നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ഇന്നും കേരളം ഓർക്കുന്നുണ്ടാകും. രമയും പിണറായിയും നേർക്കുനേർ നോക്കി നിന്ന ആ ചിത്രം. ഒരുപാട് കണക്ക് തീർക്കാനുണ്ട് എന്ന് രമ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ആ ചിത്രം. പിന്നെ നിയമസഭയിൽ CPMന്റെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തെ പൊളിച്ചു കീറുന്ന രമയുടെ പ്രവർത്തനങ്ങൾ. കൊടിസുനി കൂട്ടത്തിന് കിട്ടുന്ന സുഖ സൗകര്യങ്ങളെ വലിച്ചു കീറി പുറത്തിട്ട രമ വീണ്ടും വിജയന് വിറപ്പിച്ചുകൊണ്ട് വന്ന് ഒരു നിൽക്കുന്ന സാഹചര്യമായിരുന്നു KK രമയുടേത്. ഇടതുപക്ഷം നിലം പതിച്ചപ്പോൾ ശക്തമായി പ്രതികരിച്ച കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുത്ത പെണ്ണൊരുത്തിയാണ് KK രമ. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്നൊക്കെ KK രമ പറയുമ്പോൾ അത് ജനഹിതം കൂടെയായി വിലയിരുത്തപ്പെട്ടിരുന്നു. ധർമ്മടം പോലുള്ള സ്ഥലത്തടക്കം പിറകോട്ട് പോകുന്നതിന്റെ പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരം നേരിടേണ്ടി വന്നതുകൊണ്ടാണ് എന്നാണ് KK രമയും ചൂണ്ടിക്കാണിച്ചത്. CPMന്റെ ശക്തി കേന്ദ്രങ്ങളായ കയ്യൂരും കരിവെള്ളൂരും ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങൾ കൈപ്പത്തിക്കും കോണിക്കും ഒക്കെ വോട്ട് ചെയ്തിരിക്കുന്നു. അത്രയേറെ ഭരണവിരുദ്ധതയും നേരത്തെ നേതാക്കൾ കാണിച്ച അധാർമികതയും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. CPMന്റെ ഇന്നത്തെ പോക്കിനെതിരെ CPM അണികൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക. പാർട്ടി ആലോചിച്ചിട്ടേ മന്ത്രിസ്ഥാനം സ്വീകരിക്കുന്നതിൽ തീരുമാനം എടുക്കുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു KK രമ ഈ അവസരത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ആരെ തീരുമാനിച്ചാലും അത് അംഗീകരിക്കുമെന്ന് പറഞ്ഞ KK രമ പിണറായിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. കൊല്ലാനേ കഴിഞ്ഞുള്ളൂ, തോൽപ്പിക്കാനായില്ല എന്ന്. 51 വെട്ടേറ്റ് ക്രൂരമായി കൊല്ലപ്പെട്ട TPയുടെ ചേതനയറ്റ ശരീരത്തിന് മുൻപിലിരുന്ന് അന്ന് KK രമ പറഞ്ഞ വാക്ക് ഇന്നും കേരളം ഓർക്കുന്നു. അത് നടന്നത് 2012 മെയ് 4-നാണ്. മറ്റൊരു മെയ് 4-നാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നെഞ്ചിലെ അണയാത്ത കനലുമായി KK രമ കുറിച്ചത്. കുലം കുത്തി എന്ന് ചാപ്പയടിച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണാൻ ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്ന്. വോട്ടെണ്ണലിന്റെ ആദ്യ ഘട്ടത്തിൽ പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലായിരുന്നു. ഈ സമയത്തായിരുന്നു ഇങ്ങനെയൊരു കുറിപ്പ്. പാർട്ടി കോട്ടയിൽ കണ്ണൂരിലടക്കം അണികൾ CPMനെ തിരുത്തി എന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വ്യക്തമായത്. കുലം കുത്തി എന്ന് TP ചന്ദ്രശേഖരനെ വിളിച്ച പിണറായി വിജയനെതിരെ എതിരായിട്ടുള്ള സമരം കൂടിയായിരുന്നു ഈ തവണത്തെ തിരഞ്ഞെടുപ്പെന്നും KK രമ പറയാതെ പറയുന്നു.